ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലനും അതുപോലെ ദേവിയും എല്ലാവരും കണ്ണൻ വന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് കണ്ണൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ കാഴ്ചപ്പാടുകളെ പറ്റിയും തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും ഒക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചേച്ചിമാർക്കൊക്കെ ആകെ ടെൻഷനായി. കണ്ണൻ എന്താ പറ്റിയത്? നമ്മുടെ പഴയ കണ്ണനൊന്നും അല്ല മടങ്ങി വന്നിരിക്കുന്നത്, നമ്മുടെ കണ്ണൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ദേവി ആദ്യം അതൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ പോലും പിന്നീട് കണ്ണൻ്റെ പ്രവർത്തികൾ കൊണ്ടും കണ്ണൻ്റേതായ ഓരോ ഫിലോസഫി കൊണ്ടും ദേവിക്കും അത് മനസ്സിലായി. കണ്ണൻ ഒരുപാട് മാറിപ്പോയി എന്നുള്ളത്. അങ്ങനെ കണ്ണനെക്കുറിച്ചുള്ള ആ ഒരു വിഷമവും ടെൻഷനും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് കണ്ണൻ ഞാൻ കട വരെ പോട്ടെ എന്നും പറഞ്ഞ് പോകുന്നതും ശിവൻ്റെ കടയിലേക്ക് ചെന്ന് അവിടെ കൺമണിയുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് കോർക്കുന്നതും. അത് കഴിഞ്ഞപ്പോൾ ആളറിയാതെ കൺമണി പറഞ്ഞതിന് കൺമണി സോറി പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കണ്ണന് ചായ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ശിവൻ ചോദിച്ചു, ചായ മാത്രം മതിയെന്നോ? നിനക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് വയറ് നിറയെ എന്തെങ്കിലും കഴിക്കാൻ വേണമായിരുന്നല്ലോ. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെയുണ്ട്, നീ പോയെടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അതൊക്കെ പണ്ടത്തെ കണ്ണനല്ലേ ശിവേട്ട. ഇപ്പോഴത്തെ കണ്ണൻ വിശപ്പ് മാറാൻ മാത്രമേ കഴിക്കാറുള്ളൂ, എന്നും മാത്രമല്ല പുറത്തുനിന്ന് അങ്ങനെയൊന്നും ഫുഡ് ഒരുപാട് കഴിക്കാറില്ലെന്നൊക്കെ പറയുവാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ ആയിപ്പോയി നമ്മുടെ ശിവൻ. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? പുറത്തുനിന്ന് വേറൊന്നും കഴിക്കില്ലെന്നോ? ഇത് പുറത്തുനിന്നാണോ? എടാ നീ എന്താ ഈ പറയുന്നേ? ഇത് പുറത്തുനിന്നാണോ നീ കഴിക്കുന്നത്? ഇത് നമ്മുടെ കടയല്ലേടാ, നീ എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്താണെങ്കിലും ഹോട്ടലല്ലേ, നമ്മുടെ വീടല്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെയും കൂടി ഈ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു. കണ്ണൻ അത് പറയുന്നത് കേട്ടപ്പോൾ ഇവർക്ക് ശരിക്കും വിഷമമായിട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് ഇത് കേൾക്കും. അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, ഇതെന്താ ഈ സാർ ഇങ്ങനെ പറയുന്നത് എന്ന്. അങ്ങനെ അതും കഴിഞ്ഞു. നമ്മുടെ കണ്ണൻ എന്നിട്ടിങ്ങനെ കടയെക്കുറിച്ചൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് എനിക്കും ഒരു ബിസിനസ് തുടങ്ങണം, എന്തായാലും ഈ ബിസിനസ്സും കൊണ്ട് ശിവേട്ടൻ ഹാപ്പി അല്ലേ, ശിവേട്ടൻ രക്ഷപ്പെട്ടല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലടാ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടേതായ ജീവിതത്തിന് അതിൻ്റേതായ ആ ഒരു വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞു. അതെ, നമ്മുടേതായ ജീവിതത്തിന് നമുക്ക് വരുമാനം വേണം, നമുക്ക് വരുമാനമില്ലെങ്കിലേ ഒരു കാര്യവും നടക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനും ഇങ്ങനെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇതെന്ത് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു നമ്മുടെ ശിവൻ. നിനക്ക് എന്താ പറ്റിയ കണ്ണാന്ന് ചോദിച്ചപ്പം എന്ത് പറ്റാൻ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. പഴയ ഉത്സാഹവും ചിരിയും കളി ഇതൊന്നുമില്ല, ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് കണ്ണൻ. അങ്ങനെ അതും പറഞ്ഞ് കണ്ണൻ ഇങ്ങനെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുക. ചായയൊക്കെ കുടിച്ചിട്ട് എനിക്ക് കൃഷ്ണ സ്റ്റോഴ്സ് വരെ ഒന്ന് പോകണം, അതിനുശേഷം 1-2 ഇടങ്ങളിൽ പോകാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ശിവൻ അങ്ങ് ഇറങ്ങിപ്പോയി. ശിവനോട് പറഞ്ഞിട്ട് കണ്ണൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ശിവനും കൂടെ ഇറങ്ങിച്ചെന്നു. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പൈസ വല്ലതും വേണോ എന്നൊക്കെ ശിവൻ ചോദിച്ചപ്പം ഹേയ് പൈസയോ? എനിക്കോ? എന്തിനാ? എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ കണ്ണൻ അങ്ങ് പോയി. അപ്പോഴും ശിവൻ ആകെ ഒരു വിഷമം, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ സ്റ്റോഴ്സിലേക്കാണ് കണ്ണൻ നേരെ വെച്ച് പിടിച്ചത്. അവിടെയാണെങ്കിൽ നല്ല തിരക്കിട്ട് ആൾക്കാർ വരികയോ പോവുക, ജോലി ചെയ്യുക, ഇവർ ഓരോന്നെടുത്ത് കൊടുക്കുക, അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കണ്ണൻ അങ്ങോട്ടേക്ക് ചെന്നപ്പം നാളുകൾക്ക് ശേഷമാണ് കണ്ണൻ ആ കടയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2-3 പേര് പിന്നെ അറിയുന്നവരുണ്ടായിരുന്നു. ആഹാ, ഇത് ആരാ? കണ്ണനോ? കണ്ണൻ എപ്പോഴും വന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോട് കണ്ണൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവർക്ക് 2 പേർക്കും ഒത്തിരി സന്തോഷമായി. കണ്ണൻ അങ്ങനെ ആ ഒരു സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒക്കെ ഉള്ള ഒരിതിൽ ഞാൻ ബഹുമാനമൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞ് കണ്ണനോട് അകത്ത് കയറിയിരിക്കാനായിട്ട് പറഞ്ഞു ബാലൻ. അപ്പോൾ കണ്ണനകത്ത് കയറി ഇരുന്നിട്ട് കടയൊക്കെ മൊത്തത്തിലൊന്ന് നോക്കി. ഇതും അടിപൊളിയായല്ലേ എന്ന് ചോദിച്ചു. അതെ, നീ ഈ കടയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരങ്ങനെ ചോദിക്കുക. അപ്പോൾ പത്രത്തിൽ കണ്ട കാര്യമൊക്കെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, എല്ലാം അറിയാം എന്നൊക്കെ കണ്ണൻ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ശത്രു കണ്ണനെ കണ്ട് ത്രില്ലടിച്ച് ഓടി വന്നു. എടാ കണ്ണാ മോനെ, എന്നടാ വിശേഷം, അതാടോ ഇതാടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ അന്നേരം ശത്രുവിനോടും കണ്ണനൊരു അകലം വിട്ട് സംസാരിച്ചു. അപ്പോൾ ശത്രുവിന് മനസ്സിലായി ഇവൻ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് നിനക്ക് എന്താടാ പറ്റിയെന്ന് ശത്രു ചോദിച്ചു. എന്തു പറ്റാൻ? ഒന്നും പറ്റിയില്ലല്ലോ. അല്ല, നിൻ്റെ സംസാര രീതിയിലൊക്കെ ഒരു മാറ്റം, നിനക്കെന്താ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം എന്താ ഇത് എൻ്റെ ശത്രുവിനെ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എല്ലാവരും എന്നോട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ എപ്പോഴും എന്നോട് പറയുന്നത് ജീവിതത്തെ ഗൗരവമായി കാണണം, ജീവിതത്തിൽ കുട്ടിക്കളി പാടില്ല. ഞാൻ ആ ഒരു തലത്തിൽ നിന്നും മാറി ജീവിതത്തെ ഗൗരവമായിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ഈ കണ്ണൻ.
അപ്പോൾ അത് കേട്ടിട്ട് നീയും ഒന്നും മിണ്ടാതിരിക്കും ശത്രു, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ബാലൻ. ശത്രുവിനെ അങ്ങ് പറഞ്ഞു വിട്ടു. ശത്രു ശരിയെന്നും പറഞ്ഞ് ശത്രു അങ്ങ് പോയിട്ടോ. പക്ഷേ കണ്ണൻ എന്തോ മാറ്റമുണ്ടെന്ന് ശത്രുവിന് മനസ്സിലായി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 1-2 ഇടങ്ങളിൽ കൂടെ പോകാനുണ്ട്, കടയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കണ്ണൻ അങ്ങോട്ടേക്ക് ഇറങ്ങുക. അപ്പോൾ കണ്ണൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരി പറഞ്ഞു, കണ്ണൻ ഒരുപാട് മാറിപ്പോയി അല്ലേ ബാലേട്ടാന്ന്. അതെ, കണ്ണൻ ഒരുപാട് മാറിപ്പോയെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ശിവൻ വിളിച്ചിട്ട് ചോദിച്ചു, അവനങ്ങോട്ടേക്ക് വന്നോ, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഹരിയോട്. അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൻ്റെ ഇപ്പം അങ്ങോട്ട് ആരെയോ കാണണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. എന്താ ശിവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രശ്നമൊന്നുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് വരുവാണെന്നും പറഞ്ഞാൽ വന്നോന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരി ബാലനോട് പറയുവാണ്, ഒരു കണക്കിന് കണ്ണനെ ഇവിടെ നിർത്താതെ ചെന്നൈയിൽ പോയി പഠിക്കാൻ അനുവദിച്ചതും അതുപോലെ അവിടെ ചെന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചതും ഒക്കെ ഒരു കണക്കിന് നല്ല കാര്യമായെന്ന് എനിക്ക് തോന്നുന്നത് ബാലേട്ടാ. അവൻ അതുകൊണ്ട് ഒരുപാട് മാറി, ഒരു പക്വതയും പാകതയൊക്കെ വന്നിട്ടുണ്ട് അവന് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതെ, അത് ശരിയാണെന്ന് ബാലന് സമ്മതിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കണ്ണനെക്കുറിച്ച് ഇങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവിയുടെ കോള് വരുന്നത്. ദേവിയുടെ കോള് വന്നു കഴിഞ്ഞപ്പോൾ കണ്ണൻ അവിടെ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ വന്നോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. അവൻ ഭയങ്കര ബോൾഡായി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ സങ്കടത്തോടു കൂടി നമ്മുടെ ദേവി ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു. ദേവി വേറെ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ ദേവി എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശിവൻ അഞ്ജുവിനെ വിളിച്ചു. അഞ്ജുവിനെ വിളിച്ചിട്ട് കണ്ണൻ അവിടെ ചെന്ന് സംസാരിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ അഞ്ജു വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണൻ ഒരുപാട് മാറിപ്പോയി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മുടെ അഞ്ജു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ദേവി അടുത്തേക്ക് ചെന്നു. ദേവി അടുത്ത് ചെന്നിട്ട് നമ്മുടെ അഞ്ജുവിനോട് ചോദിക്കുകയാണ്, ശിവൻ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു ദേവച്ചി. കണ്ണൻ ഇതുവരെ വന്നില്ലല്ലോ. കണ്ണൻ കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് പറഞ്ഞോ? അവൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം അവർക്ക് ഫീൽ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ എന്തോ തോന്നിയിട്ടുണ്ട്. കാരണം അവൻ്റെ സംസാര രീതിയൊക്കെ വേറെയാണെന്നാണ് ശിവേട്ടൻ പറയുന്നത്. അതേന്നേ, അവൻ ഒരുപാട് മാറിപ്പോയി ദേവേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ദേവി ഇങ്ങനെ വിഷമത്തോടെ അവിടെ അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞു. എന്തായാലും കണ്ണൻ എന്തോ പ്രശ്നമുണ്ട്, അത് നമ്മൾ അറിയണമെന്നുള്ള കാര്യം അഞ്ജു പറഞ്ഞു. അങ്ങനെ ഇവരിതും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബാലനൊക്കെ കടയടച്ചിട്ട് വരുന്നത്. അവർ കടയടച്ചിട്ട് വന്നു. ആര് വന്നിട്ടും കണ്ണൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ആ മുറിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഇവർ ചെന്ന് വർത്തമാനമൊക്കെ പറയുന്നു. അപ്പോൾ കണ്ണൻ എന്തെന്ന് ചോദിച്ചു. കണ്ണൻ മുറിയിലാണെന്ന് പറഞ്ഞു. അവനെന്താ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്തതെന്ന് ചോദിച്ചപ്പം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എല്ലാവരുടെ മുഖം അങ്ങ് വാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ ഒന്ന് തലയിട്ട് നോക്കിയിട്ട് ഒന്നും വരുത്തി തീർത്തു താൻ എല്ലാവർക്കും ഒപ്പം എത്തി എന്നുള്ളത്. അത് വരുത്തി തീർത്തിട്ട് കണ്ണൻ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി. മുറികളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ദേവി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ണൻ ഇന്ന് കടയിൽ വന്നിട്ട് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൻ ഒരുപാട് മാറിപ്പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതെ ബാലേട്ടാ, അവൻ ഒരുപാട് മാറിപ്പോയി. അവൻ ഇവിടെ നിന്ന് പോയ നമ്മുടെ പഴയ കണ്ണനല്ല. അവൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അവൻ ഇന്ന പോലെയൊക്കെ പറഞ്ഞു. അമ്മയുള്ളതുവരെയാണ് ബന്ധങ്ങൾക്ക് വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവൻ ഇവിടുന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാലേട്ടൻ അവനോടൊന്ന് സംസാരിക്കണം. അവൻ എന്താ പറ്റിയതെന്ന് ചോദിക്കണം. അവൻ നമ്മുടെ കണ്ണനല്ല, നമ്മുടെ കണ്ണനാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവൻ ഒരിക്കലും ഇങ്ങനെ മാറിപ്പോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയും. അപ്പോൾ ദേവി പറഞ്ഞതനുസരിച്ച് ബാലന് മനസ്സിലായി കണ്ണൻ എന്തൊക്കെയോ മാറ്റമുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ഓരോ പ്രവർത്തികളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ തന്നെ നേരെ കണ്ണൻ്റെ റൂമിലേക്ക് ചെന്നു. കണ്ണൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ണൻ അവിടെ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. ബാലനെ കണ്ടപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിന്നു. നീ എഴുന്നേക്കണ്ടടാ മോനെ, അവിടെ ഇരുന്നോളാൻ പറഞ്ഞപ്പം സാരമില്ല എന്നും പറഞ്ഞവൻ എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടുത്തെ ചെന്നൈയിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു നമ്മുടെ ബാലൻ. അതിനുശേഷം കണ്ണൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ജീവിതത്തെ ഗൗരവമായി കാണാൻ തുടങ്ങിയതിൻ്റെ മാറ്റമാണെന്നുള്ള കാര്യം പറയുവാണ് കണ്ണൻ ബാലനോട്. അങ്ങനെ നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കണ്ണൻ. അപ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അവരവരുടേതായ ബിസിനസ്സുകളും കാര്യങ്ങളും വരുമാനങ്ങളും ഒക്കെ ആയി. അതുപോലെ തന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങണം വലിയേട്ടാ. അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു പ്ലാനാണ് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചപ്പം ബിസിനസ്സും പറഞ്ഞു.
അങ്ങനെ തനിക്കും അതിന് സ്കോപ്പ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുക. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന് ക്യാഷ് ചിലവും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബാലൻ അന്നേരം ചോദിച്ചു, നിനക്ക് മൊത്തത്തിൽ എത്ര രൂപ വേണം ഈ ബിസിനസ് തുടങ്ങാനായിട്ട്? അതിന് എനിക്കൊരു 10-15 ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ ഒന്ന് കണ്ണും മിഴിച്ചു. 15 ലക്ഷം രൂപയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അയ്യോ 15 ലക്ഷം രൂപ എന്ന് കേട്ട് വലിയേട്ടൻ ടെൻഷനാവുമൊന്നും വേണ്ട. പിന്നെ ആ 15 ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വലിയേട്ടൻ കിടന്ന് നെട്ടോട്ട് ഓടുകയും വേണ്ട. അപ്പോൾ ബാലൻ ഇങ്ങനെ ഇവനെ നോക്കുക കേട്ടോ. പകരം എൻ്റെ വിഹിതം എനിക്ക് ഈ വീട്ടിലുണ്ടല്ലോ, അത് എൻ്റേതാക്കി മാറ്റി എഴുതി എനിക്കിങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഞെട്ടിപ്പോയി. അങ്ങനെ സാന്ത്വനം കുടുംബത്തിൽ കയറി വന്ന് അങ്ങനെ അവകാശമൊക്കെ ചോദിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ മനസ്സ് എത്രത്തോളം മാറിപ്പോയെന്ന് അവരന്നേരം ചിന്തിക്കുക. അങ്ങനെ ബാലൻ്റെ ആയുസ് എടുക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കണ്ണൻ ചോദിച്ചത്. അപ്പോൾ എപ്പോഴായാലും ഇപ്പോഴേ വീതം വെക്കുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ എന്തിനാണ് മോനെ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴായാലും അത് വീതം വെക്കേണ്ടതല്ലേ, അല്ലാതെ എന്നും എല്ലാവരും ഇവിടെ ഒരുപോലെ ഒരുമിച്ച് ജീവിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ലല്ലോ. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കിക്ക്, ഞാനൊരിക്കലും ഇനി ഇവിടെ കടിച്ചു തൂങ്ങാനുമായിട്ട് താല്പര്യപ്പെടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലനുണ്ടായ സങ്കടം, അങ്ങനെ സാന്ത്വനം കുടുംബത്തെ നശിപ്പിച്ച് കളയാനുള്ള ശ്രമമാണ് നമ്മുടെ കണ്ണൻ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്തയൊക്കെ കണ്ണൻ്റെ മനസ്സിലുണ്ടെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും അമ്മ മരിച്ചതോടുകൂടി കണ്ണൻ പുതിയ കണ്ണനായി. അങ്ങനെ സാന്ത്വനത്തെ നാല് വഴിക്കാക്കാനുള്ള പകയുമായിട്ടാണ് കണ്ണൻ എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ ബാലൻ തകർന്നു പോയി. അങ്ങനെ ആലോചിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കണ്ണൻ്റെ മുറിയിൽ നിന്നും പതുക്കെ ഇറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരോടും സംസാരിക്കണമെന്നും പറഞ്ഞ് ബാലനോട് തറപ്പിച്ച് പറഞ്ഞു കണ്ണൻ. ഇപ്പോൾ ആരുടെ മുന്നിൽ നിന്ന് എന്ത് സംസാരിക്കുന്നതിനും കണ്ണന് പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.